എഴുന്നേറ്റ് നിന്ന് 40-ാമത്തെ സങ്കീർത്തനം വായിച്ചിരുന്ന അതിൻ്റെ ഭാഗങ്ങൾ വായിക്കുക. 40-ാമത്തെ സങ്കീർത്തനം. വാഴ്ത്തുക നീ മനമേ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക താൻ ശുദ്ധനാമത്തെ, വാഴ്ത്തുക താൻ ശുദ്ധനാമത്തെ പേർത്തും പാർത്ഥിവൻ ഉപകാരത്തെ ഓർത്ത്, പാർത്ഥിവൻ ഉപകാരത്തെ ഓർത്ത്, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. 40 വാക്യങ്ങൾ വായിക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തന്റെ ആശ്രയമാക്കി കൊള്ളുകയും നിങ്ങളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെ ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ ദൈവമായ യഹോവയെ നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. അനനയാകവും ബോധനയാകവും നീ കിട്ടില്ല. നീ ചെവികളെ എനിക്ക് തുറച്ചിരിക്കുന്നു. ഓമയാകവും പാവയാകവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ കുറ്റപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു. അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. നീ അറിയുന്നു, ഞാൻ നിന്റെ നീതിയെ എന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല. എന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. സകലയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എന്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം സ്തംഭിച്ചു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. രക്ഷയിച്ചിരിക്കുന്നവർ യഹോവ അബദ്ധമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു.
നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നതുമാകുന്നു. എന്റെ ദൈവമേ താമസിക്കരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ജീവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. പിതാവേ, കർത്താവ് ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ, സഭാമുഖ്യമുണ്ടല്ലോ, സഭയ്ക്ക് തലയും അടിസ്ഥാനമായിട്ട് കർത്താവ് ഉണ്ടല്ലോ. ഞങ്ങൾക്ക് വേണ്ടത് കർത്താവിൻ്റെ പക്കലുണ്ട്. ഞങ്ങളെ എങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് കർത്താവ് അറിയുന്നു. കർത്താവെ, ഞങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വിചാരങ്ങൾ അത്ര വലുതാകുന്നു. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളെ കർത്താവിൻ്റെ ഹിതപ്രകാരം ആക്കി തീർക്കണമേ. ഞങ്ങളിലുള്ള ജഡീയതകളൊക്കെ നീങ്ങട്ടെ, ജാതീയതകളൊക്കെ നീങ്ങട്ടെ. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കട്ടെ കർത്താവെ. അതിനുവേണ്ട പരിജ്ഞാനവും അതിനുവേണ്ട ദൈവകൃപയും ഞങ്ങളിലേക്ക് പകരുമാറാകണം. ഞങ്ങൾക്ക് വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം, കടന്നു വന്ന ജനത്തിനായി സ്തോത്രം, കടന്നു വരാൻ സാധിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥന. എല്ലാവരെയും എൻ്റെ കർത്താവ് കാണുമാറാകണമേ. സ്വർഗീയ നിർമ്മകളാൽ നിറച്ചു വേണം. സമസ്ത പെരുന്നാമം മുഖത്തിനാക്കി തീർക്കണമേ. യേശുവിൻ്റെ നാമം തന്നെ നോക്കിയിരിക്കാം. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമാത്രേ, എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമാത്രേ. ഒന്നുമേ ശബ്ദമല്ലി ഗന്ധം മാറ്റുവാൻ എന്നൊരു ഭാഗ്യമില്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് സഭാരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമ്മെ കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം പരിപാലിച്ചതിൻ്റെ നന്ദി പറഞ്ഞ ഹൃദയത്തോടുകൂടി നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. വിവിധമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഈ ലോകത്തിലുണ്ടായപ്പോഴും നമ്മെ രക്ഷയുടെ അനുഭവത്തിൽ തന്നെ കർത്താവ് സൂക്ഷിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ട് ഇനിയും നമുക്ക് മറ്റൊന്നും ചിന്തിപ്പാനില്ല. കർത്താവിൻ്റെ വചനം പറയുന്നത്, കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. നമുക്ക് എന്ത് പകരം കൊടുക്കാൻ പറ്റും? ഒരു മനുഷ്യനും അതിന് പകരം കൊടുക്കാൻ സാധിക്കില്ല. എന്നാൽ പകരം കൊടുക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അതിനെന്ത് ചെയ്യണം? രക്ഷയുടെ പാനപാത്രം എടുക്കണം. എന്താണ് രക്ഷയുടെ പാനപാത്രം? പാനപാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പാനം ചെയ്യുന്നത്. പാനം ചെയ്യുന്നത് എന്താ? നിങ്ങളെല്ലാവരും ഒരാത്മാവിനാൽ സ്നാനമേറ്റും ഒരാത്മാവിനെ പാനം ചെയ്തിരിക്കും. പാനം ചെയ്യുന്നു. അപ്പോൾ പാനം ചെയ്തത് ആത്മാവിനെയാണ് പാനം ചെയ്തത്. അപ്പോൾ രക്ഷയുടെ പാനപാത്രം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? രക്ഷിക്കപ്പെട്ടപ്പോൾ അന്ന് വന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. ആ സമയത്തെ നമ്മുടെ മാനസികാവസ്ഥ, ആ വന്ന സമയത്തുള്ള മാനസികാവസ്ഥ, അതാണ്. ആ മാനസികാവസ്ഥയാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതാണ് നമ്മൾ ജെരമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. യെരമ്യാ പ്രവചനം 2-ാം അധ്യായം 2:1. മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ചു. വിവാഹം നിശ്ചയിച്ച ആളിലെ സ്നേഹവും ഞാൻ നടന്നു.
ആദ്യത്തെ സ്നേഹമാണ്, ദൈവത്തോടുള്ള സ്നേഹം. ഒരിക്കലും ദൈവം മറന്നു പോകില്ല. ആദ്യമേ ഏത് നാളിലെ സ്നേഹം എന്ന് പറയും? മരുഭൂമിയിലെ സ്നേഹം, വിവാഹം നിശ്ചയിച്ച നാളിലെ സ്നേഹം. ആ വാക്യം ഓർത്തത്. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ക്രിസ്തു എന്ന ഏകപുരുഷനെ നമ്മളെ തന്നെയായി ഏൽപ്പിപ്പാൻ നിങ്ങളെ, ആ നാളിലെ സ്നേഹം പോലൊരു സ്നേഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആ സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് കർത്താവ് പറയാ, ഒരിക്കലും കർത്താവ് എന്ത് ചെയ്യില്ല, അത് മറക്കില്ല, ഒരിക്കലും മറന്നു പോകില്ല. ദൈവത്തിൻ്റെ പൈതലിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും അപ്പൊ അത് എന്തിനാലാന്ന് എന്നെ നടന്നേ, അതേപോലെ തന്നെ ഇനിയും ആദ്യത്തെ നാളിലേക്ക് വന്ന് എന്ത് ചെയ്യണം? ആ വിവാഹം നിശ്ചയിച്ച നാളിലെ പോലെ തന്നെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം. രക്ഷയുടെ വാരമാർത്തപ്പെട്ടത് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അപ്പോൾ കർത്താവിന് എന്ത് ലഭിക്കും? അന്നുണ്ടായ അതേ അനുഭവം തന്നെ ഇപ്പോഴുണ്ട്. പ്രശ്നം തീർന്നു. ആ ഒരൊറ്റ കാര്യമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതല്ലാതെ വേറെ എന്തെല്ലാം നമ്മളോട് കൊടുക്കും. ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്തെല്ലാം കർത്താവിന് കൊടുക്കണം, ഒന്നും വേണ്ട. ഇരുന്ന് അതിനുശേഷം വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. എങ്ങനെ വരണം? ശിശുക്കളെ പോലെ ആണെന്ന് മാത്രമാണോ പറയുന്നത്? ഒരു വാക്ക് വിട്ടുപോയി, തിരിഞ്ഞെന്നാണ്. തിരിഞ്ഞു പോയി. കാരണം ഞാൻ തിരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്കും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ യാതൊരു കുഞ്ഞുങ്ങളെ പോലെയാണ് വരും, ശിശുക്കളെ പോലെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വളവും തേടുമെല്ലാം പഠിച്ചത്. ഈ പറയുന്ന കാര്യങ്ങൾ സകലവിധ കാര്യങ്ങളും പിന്നീട് പഠിച്ചതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? തിരിഞ്ഞ് അങ്ങോട്ട് ചിന്താശിപ്പെട്ടത്. അപ്പോൾ സാധാരണ അത് പറയുമ്പോഴത്തേക്കും തിരിഞ്ഞ് ശിശുക്കളെ പോലെ വരണമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ബാല്യപ്രായത്തിലേക്ക് വരണം എന്നുള്ളതാണ്. അങ്ങനെയല്ല, വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവൻ ശിശുവാണ്. മുതലേ ഓരോ സുഹൃത്തിലായി പറഞ്ഞിരിക്കുന്നതാണ്, ഇപ്പോഴും നിങ്ങൾ ശിശുക്കളാണ്. അപ്പോൾ ആ ശിശുത്വ, ആ നിലയിലേക്ക് നമ്മുടെ നിഷ്കളങ്കത വരുമ്പോൾ അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇഷ്ടപ്പെടുന്ന ആ നിലയിൽ നിന്നുകൊണ്ട് കർത്താവ് നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവത്തിന് കൊടുക്കാവുന്ന ബഹുമാനവും ദൈവത്തിന് നമുക്ക് ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും പകരം കൊടുക്കാവുന്നതായി. പക്ഷേ ആ ശബ്ദത്തിന് വേണ്ടിയിട്ടാണ്, ആ സ്നേഹത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ ആത്മാവ് ഇന്നും ശ്രദ്ധിക്കുന്നത്. സമാധി ഉലാവുന്നതിനായ കർത്താവ് ഇന്നും ശ്രദ്ധിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടല്ലോ. എന്താണ്? നീ എന്നെ അനുഗമിച്ച് നടന്ന, മരുഭൂമിയിൽ എന്നെ അനുഗമിച്ച് നടന്ന നാളിലും നിനക്ക് എന്നെ വിവാഹത്തിന് നിശ്ചയിച്ച നാളിലെ അനുഗമിച്ച് നടന്നു. അന്ന് ഇങ്ങനെയായിരുന്നു, അന്ന് അനുഗമിച്ച് നടന്ന. എങ്ങനെയാ? കർത്താവ് എങ്ങനെ പോകുന്നുവോ, ഒരു പാതയിൽ പോകുന്നുവോ അതേപോലെ തന്നെ പോകണം എന്ന്, വേറെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ജീവിക്കണമെന്ന് കരുഞ്ഞാൽ വന്നത്. അതുപോലെയാണ്. പക്ഷെ ആ നില മാറിപ്പോകും. എന്നാൽ കർത്താവ് പറയുന്നത്, പകരം കൊടുക്കാൻ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയം ഉണ്ടെങ്കിൽ അതിന് മറ്റൊരു വഴിയുമില്ല. ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ആദ്യ സ്നേഹത്തിലേക്ക് വന്ന് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കുമാറാകും. ഇന്ന് ഈ ദിവസം നാം ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ദൈവം പ്രസാദിക്കുകയും ദൈവം സാക്ഷ്യം പറയുകയും ചെയ്യുന്ന ഒരു ആരാധനയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ദൈവം സാക്ഷ്യം പറയണമെങ്കിൽ എന്ത് വേണം? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പം ദൈവത്തിന് എന്തുണ്ട്? മനസ്സലിവ്. ഏവർക്കും ഒരു വശമുണ്ട്. അവർ മനസ്സലിവ് തോന്നണമെങ്കിൽ അവർക്കൊരു വശമുണ്ട്. ഇതുപോലെ ആരാധനയ്ക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ അറിവുണ്ടാവണം. എന്തറിവാ? ദൈവം എങ്ങനെയാ മനസ്സറിയണമെന്ന് ഒരറിവ് നമ്മുടെ ദൈവത്തിനുണ്ടാവും. ദൈവം മനസ്സറിയുന്നത് എങ്ങനെയാ ദൈവം മനസ്സറിയണം? ദൈവത്തിന് മനസ്സറിയണേ എങ്ങനെ? പ്രധാന സോദാണ്
ഞാനിവിടെ ഇരുന്നുകൊണ്ട് നോക്കിയപ്പോൾ ബാബുവിനെ ഒന്ന് പ്രസാദിപ്പിക്കണം, ബാബുവിനെ ഒന്ന് കയ്യിലെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും നോക്കിയപ്പോഴത്തേക്കും ബാബുവിൻ്റെ ഒരു കുഞ്ഞുണ്ട്, ഒരു മകനുണ്ട്. അവനെ ഒന്ന് ഉയർത്തിക്കഴിഞ്ഞാൽ, അവനെ അങ്ങ് സ്നേഹിച്ച് അവന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാബുവിന് എൻ്റെ ഹൃദയം ഇരിക്കണം അവിടെയാണെന്ന് മനസ്സിലായി. ഞാൻ വന്നപ്പോൾ ബോസിനെ പോലെ ഇത്രയും നല്ലൊരു കൊച്ചില്ല, നല്ല അവൻ നാളെ ഒരു വലിയൊരു നിലയിട്ട് വരാനുള്ളവനാണ്. മുതലായിട്ട് കാര്യങ്ങളെല്ലാം ഞാനങ്ങ് പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് കപടം പറയുന്നതല്ല, ഞാൻ ഒരാളുടെ ഒരു കാര്യം പറയണ. ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ബാബു വീണു. പിന്നെ ബാബു എൻ്റെ കൂടെ എനിക്ക് എന്ത് ചെയ്താലും തയ്യാറാണ്. അപ്പം ബാബുവിൻ്റെ മനസ്സിൽ എവിടെ കിടക്കണം? മകനിൽ കിടക്കണം. ഇതുപോലെ ദൈവം മനസ്സറിയണമെങ്കിൽ ദൈവത്തിന് ഒരു ഹൃദയത്തിൽ ഒരു അവസ്ഥയിൽ ഏതാണ് പറ? നിന്റെ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. നിങ്ങൾക്ക് എന്ത് വേണം? ആ ബുദ്ധി എന്തിനുള്ളതായിരിക്കണം? ദൈവത്തിൻ്റെ മനസ്സലി വേണം. ഞാൻ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചാൽ ദൈവത്തിന് എന്ത് ചെയ്യും? മനസ്സലിയും. കർത്താവ് അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. പിന്നെ ദൈവത്തിന് അതിൻ്റെ വാക്യം വായിച്ച് 12-ാം അധ്യായം. ആ 12-ന്റെ വായിച്ചു. സമയം പോകും. സങ്കീർത്തനം അല്ല, റോമാലേഖനം. അത് ശരി, പഴയ നോക്കണം. കേട്ട റോമാലേഖനം വന്നിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്ക് എന്ത് വേണം? ബുദ്ധി വേണം. ആരാധനയ്ക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? മനസ്സലിയും. അപ്പോൾ ആ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവേലിന്റെ ബുദ്ധി എന്തായിരുന്നു? ഹാവേലിനോട് ദൈവം മനസ്സലിഞ്ഞു. ഹാവേലിന് നല്ല ബുദ്ധിയുള്ളവനായിരുന്നു. ഇനി അവനറിയാം ഏത് കാര്യം പിടിച്ചു കഴിഞ്ഞാൽ ദൈവം എന്നിൽ പ്രസാദിക്കുന്നത് ഹാവേലിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ പുത്രന്, നാളെ ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകത്തിൽ വന്ന് അനുഭവിക്കാനുള്ള കഷ്ടതയും ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതേപോലെ ഒരു യാഗം കഴിച്ചു. ദൈവം അവിടെ ദൈവം പ്രസാദിച്ചു. ദൈവത്തിൻ്റെ മനസ്സലിഞ്ഞു. അവിടെ നിന്ന് വിട്ട് മാറാൻ ദൈവത്തിനെ കൊണ്ടാവില്ല. അതുകൊണ്ടാണ് ബാക്കി ഒരു പ്രസംഗമൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ 1 മണിക്കൂറൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്കും കാൽവരി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എഴുന്നേൽക്കുമ്പോൾ ഒരു തൃപ്തിയില്ല. വലിയ ജ്ഞാനമൊക്കെ ആയിരിക്കും പറഞ്ഞത്, പക്ഷേ ക്രൂശീകരണത്തെക്കുറിച്ച്, ദൈവപുത്രനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനത്തിൻ്റെ ഒരു ഭാഗം അതിനകത്തില്ല എങ്കിൽ ആ പ്രസംഗം വ്യർത്ഥമാണ്. ഏത് പ്രസംഗത്തിലായാലും ദൈവത്തിൻ്റെ വാരം പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ അന്ധകാലത്ത് നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കണം. ക്രിസ്തുവേശനെ കുറിച്ചുള്ള പരിജ്ഞാന നിമിത്തം സകലതും ചപ്പും ചവറുമെന്ന് എണ്ണണം. ദുരാന്തരത്തോടെ യാഗം കഴിക്കരുത്, ബുദ്ധിയുള്ള യാഗം കഴിക്കണം. കർത്താവ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാന്ന് പറഞ്ഞേ? മറന്നുപോയി. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കണം. ദൈവം പ്രസാദിക്കാനുള്ള ഒരു വഴിയാണ്. രണ്ടാമത്തത്, ക്രിസ്തുവേശനെ കുറിച്ചുള്ള വിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ലോകത്തെ ചേർന്നുണ്ടെന്നു. മൂന്നാമത്തത്, ദുരാന്തരത്തോടെ യാഗം കഴിക്കരുത്. യാഗം കഴിക്കുന്നത് എങ്ങനെ കഴിക്കണം? ബുദ്ധിയുള്ള യാഗം കഴിക്കണം. ഏത് ബുദ്ധി? ദൈവത്തിനെ കുറിച്ചുള്ള ബുദ്ധി. ഈ 3 കാര്യങ്ങളാണ് ജീവിതത്തിൽ ദൈവം പ്രസാദിക്കാനുള്ള വഴി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത്, നമ്മുടെ ആളുടെ കയ്യിൽ സുഗന്ധവ്യഞ്ജനം ഇരിപ്പുണ്ട്. സുഗന്ധവ്യഞ്ജനം എന്ന് പറയുമ്പോൾ പല പുകയ്ക്കുന്ന സുഗന്ധം ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഇരിപ്പുണ്ട്. ഈ വസ്തുക്കൾ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ മണം ഉണ്ടാവുമോ? ഇല്ല. അതെന്ത് ചെയ്യണം? കത്തിക്കണം. ഇതുപോലെയാണ് ഹൃദയത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനമുണ്ടെങ്കിൽ ആ ജ്ഞാനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സംസാരിക്കണം. പിന്നെ ലോകത്തെ ചവർന്നെണ്ണണം. പിന്നെ യാഗം കഴിക്കണം. 3 കാര്യങ്ങൾ ദൈവം പ്രസാദിക്കും. ഇതിൽ ഏറ്റവും പരമമായ ദൈവപ്രസാദമാണ് ഇതില് യാഗം.
യാഗത്തിൽ. അപ്പോൾ ഇത് 3 കാര്യത്തിലും ഈ 3 കാര്യം പറയുമ്പോഴും ഇതുണ്ടാകണം. അയാൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകണം, പിന്നെ ലോകത്തെ വിടുമ്പോൾ ഉണ്ടാകണം, പിന്നെ യാഗത്തിലുണ്ടാകണം. അങ്ങനെയാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇങ്ങനെ പ്രസാദിക്കാൻ ആര് ഈ രാവിലെ നമ്മൾ ആരാധിക്കാൻ പോകുമ്പോഴേക്കും 100 കെട്ടുകണക്കിനുള്ള ഭാരങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം കൂടി തിങ്ങി ആരാധനയ്ക്ക് വന്നിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആരാധന കഴിഞ്ഞു പോകും. എന്ത് പ്രയോജനം? എന്നാൽ വരുമ്പോഴേ തന്നെ ശ്രദ്ധയോടുകൂടി ഈ കാര്യം ചിന്തിച്ച്, ഒരു കാര്യം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സാക്ഷ്യവും എൻ്റെ സംസാരവും ഇതിനെ സംബന്ധിച്ചായിരിക്കണം. അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണമായിരിക്കണം. രണ്ടാമത്തത്, ഞാനിന്ന് മറ്റൊരു കാര്യവും ഓർക്കുന്നില്ല. എന്തിനു പ്രതി? കർത്താവിൻ്റെ നാമത്തെ പ്രതി. മൂന്നാമത്തത്, ഇന്ന് ഞാൻ ആരാധനയ്ക്ക് പോവുകയാണ്. ഇത് ദൈവം എന്നിൽ പ്രസാദിക്കണം. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഏത് ധ്യാനം പോകാൻ പാടില്ല. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ വിരോധികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ആ ധ്യാനമാണ് ആരാധനയ്ക്ക് ദൈവത്തിൻ്റെ പ്രസാദത്തിനും മനസ്സലിവിനും കാരണം. ദൈവം മനസ്സലിഞ്ഞാൽ അതിൻ്റെ മറുപടി എന്താണെന്നുള്ളതിൻ്റെ ആഴറിയാവോ? ദൈവം ഒരാൾ മനസ്സലിഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് കർത്താവിൻ്റെ മനസ്സലിവ് എവിടെ ഇരിക്കുന്നുവെന്ന് മനുഷ്യൻ ഓർത്തിരിക്കണം, അത് അറിഞ്ഞിരിക്കണം. നമ്മുടേതായ യാതൊരു തരത്തിലും നമ്മുടേതായ വ്യക്തിപരമായ ഒന്നുമില്ലാതെ ദൈവത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരുവനാണെങ്കിൽ നിശ്ചയമായിട്ടും ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. അപ്പോൾ തന്നെ നമ്മളൊരു കാര്യം ഓർത്തുകൊള്ളണം. ദൈവസന്നിധിയിൽ കടന്നു വന്നതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നു, കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല. കായീൻ എവിടെ നിന്നുണ്ടായി? എവിടുന്ന്? അതിന് ഒരു ഉപദേശം എങ്ങനെയാണ്? ദുഷ്ടൻ ഹവ്വയിൽ കൂടി ജനിപ്പിച്ചതാണ് കായീനെ. അങ്ങനെയാണോ? കായീൻ ആരുടെ മോനാ? കായീൻ ആദാമിൻ്റെ മോനാ, അല്ലേ? അതെ. ഇനി എൻ്റെ ആത്മീയ പിതാവാരാ? നമുക്കെല്ലാവർക്കും പിതൃത്വം എങ്ങനെയാണ്? അവിടെ ശരീരത്തിൻ്റെ പിതൃത്വമുണ്ട്, പിന്നെ ആത്മാവിന് പിതൃത്വമുണ്ട്. അതിനേതാ ആത്മാവിന് പിതൃത്വം? പിന്നെ എടുത്താൽ മതി, എബ്രായലേഖനം 12-ാം അധ്യായം. അപ്പോൾ നമുക്ക് 2 പിതൃത്വം. അന്ന് ആത്മാവിന് പിതൃത്വം. അപ്പോൾ ആത്മാവിനെ ശരീരത്തെ സംബന്ധിച്ച് കായീൻ്റെ അപ്പനാരാ? ആദാം. ആത്മാവിനെ സംബന്ധിച്ച് അപ്പനാരാ? 12-ാം അധ്യായം 8-ാം വാക്യം ഇവിടെ അറിയും. 12-8 അല്ലേ? എബ്രായർ 12-8. എബ്രായർ ഈ വചനം കേൾക്കുമ്പോൾ പുതിയമാണോ പഴയമാണോ എന്ന് അറിയാൻ പാടില്ല. അവിടെ നോക്കിയ ജഡസംബന്ധമായ പിതാക്കന്മാർ. അപ്പം നമ്മുടെ ജഡത്തിന് അപ്പനുണ്ട്. ആ അപ്പനാണ് നമ്മൾ സാധാരണ മക്കൾ. ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനൊരു അപ്പനുണ്ട്. ആ അപ്പനാണ് ആര്? ദൈവമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അപ്പൻ ജഡപ്രകാരമുള്ള അപ്പൻ, ആത്മാവിൻ്റെ അപ്പൻ ദൈവമാണ്. അതെല്ലാവർക്കും അതാണ്, അത് സംശയമില്ല. കാരണം മാലാഖി 2:10 കൂടെ കൂട്ടി ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലേ ഉള്ളത്, ഒരു ദൈവം തന്നെയോ നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? 3:7, 1 യോഹന്നാൻ 3:8. 1 യോഹന്നാൻ 3:8 അല്ലേ? വായിച്ചു. കായീൻ എവിടെ നിന്നുള്ളവനായി? ദുഷ്ടനിൽ നിന്നുള്ളവനായി. അപ്പോൾ കായീൻ്റെ ശരീരത്തിൻ്റെ അപ്പൻ ആദാം, ആത്മാവിൻ്റെ അപ്പൻ ആദ്യം പറഞ്ഞില്ലേ?
എല്ലാ മനുഷ്യനായി ജനിക്കുന്നവരുടെ എല്ലാവരുടെയും ശരീരത്തിന് അപ്പൻ അവരുടെ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യൻ. ആത്മാവിൻ്റെ അപ്പൻ ദൈവം തന്നെ, എല്ലാ മനുഷ്യരും ആർക്കും ഇല്ല. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുകയാണ് കായൻ എവിടെ നിന്നുണ്ടായി. ഈ വിഷയം അറിയാൻ പാടില്ല അല്ലേ. കായൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. അതിങ്ങനെ ദുഷ്ടനിൽ നിന്നുള്ളവനായി എങ്ങനെയാണ് കർത്താവ്? അതായത് ഇതിന് നേരെ എതിരാണ് ദൈവത്തിൽ നിന്ന് ഉളവാകുന്നത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് എങ്ങനെയാ? ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് എങ്ങനെയാ? അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാണ് അധികാരം കൊടുത്തു. പിന്നെ 1:12 വായിക്കും. അപ്പോൾ യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് എത്ര ജനിച്ചു. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന എങ്ങനെയാ? അതായത് ജനനത്തിങ്കൽ ശരീരത്തിന്റെ അപ്പൻ പിതാവ് ഈ ലോകത്തുള്ള ഒരു മനുഷ്യൻ, ആത്മാവിന്റെ പിതാവ് ദൈവം. ഇത് കഴിഞ്ഞതിന് ശേഷം മോപത്ത് പ്രാപിച്ചതിന് ശേഷം നന്മയും തിന്മയും മനസ്സിലായി വരുമ്പോൾ അവനെ വീണ്ടും ജനിക്കേണ്ട വരും. എങ്ങനെ ജനിക്കാൻ? യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്ത് ജനിക്കുന്നു? ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. അപ്പൊ ദൈവത്തിൽ ജനിക്കുന്നത് എങ്ങനെയാ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ. പക്ഷെ ഇത് ഇവരെ എവിടുത്തെ ജനിച്ചേ? മറന്നുപോയി. ദുഷ്ടനിൽ നിന്ന്. ദുഷ്ടനിൽ എങ്ങനെയാ ജനിക്കുന്നത്? ഒരു മനുഷ്യൻ എൻ്റെ പ്രവൃത്തി അനീതിയുള്ളത്, എൻ്റെ സഹോദരൻ്റെ പ്രവൃത്തി നീതിയുള്ളതാണെങ്കിൽ എനിക്ക് അവനോട് തോന്നാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് എന്താ? പറ. അസൂയ. എൻ്റെ പ്രവൃത്തി ദോഷമുള്ളതും സഹോദരൻ്റെ പ്രവൃത്തി നീതിയുള്ളതുമാണെങ്കിൽ എനിക്ക് അവനോട് എന്ത് തോന്നും? അസൂയ തോന്നും. അസൂയ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് അതിനെ അതിജീവിച്ചില്ല എങ്കിൽ അവൻ അടുത്തതാണ് ദുഷ്ടൻ അവനിലേക്ക് അങ്ങ് പ്രവേശിക്കും. അങ്ങനെയാണ് ഏതിൽ നിന്ന് ജനിക്കുന്നത്? ദുഷ്ടനിൽ നിന്ന് ജനിക്കുന്നത്. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു, ദുഷ്ടനിൽ നിന്ന് ജനിക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ? ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞേ? അവന്റെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവമക്കളാകാൻ അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചു. ഇവിടെ എങ്ങനെയാ? ദൈവം പ്രസാദിച്ചു നിൽക്കുന്ന നീതിമാനായ ഒരുവൻ, സഹോദരൻ നീതി ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചു കഴിയുമ്പോൾ അവനോട് അസൂയ തോന്നും. അസൂയ തോന്നിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഘട്ടമാണ്. ദുഷ്ടനിൽ നിന്ന് ജനിക്കാനുള്ള ഒന്നാമത്തെ ഘട്ടമാണ്. എന്ത് തോന്നും? അസൂയ. ഈ കാര്യം മാത്രം തരാൻ പാടില്ല, ഈ സാധനം മാത്രം എന്നറിയാം. അതായത് അനുസരണക്കേട്, ഭ്രാന്ത്, അസൂയ, ഇത് മൂന്നും മാനവരാശിയുടെ അടിസ്ഥാനപരമായിട്ട് കിടക്കുന്നതാണ്. ഏതൊക്കെയാ എന്ന് പറഞ്ഞേ? അനുസരണക്കേട്, അസൂയ, ഭ്രാന്ത്. അതിനൊക്കെ അറിയാം. ഒന്ന് സഭാപ്രസംഗി 4:4, ഒന്ന് സഭാപ്രസംഗി 9:3, പിന്നെ എഫേസ്യർ 2:1. വേഗം വായിക്കണം. സഭാപ്രസംഗി 9:3 വായിക്കാതെ. സഭാപ്രസംഗി 9:3. ജനിച്ച് യേശുക്രിസ്തു ഒഴികെ ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ എന്തുണ്ട്? ഏതെങ്കിലും തരത്തിൽ പ്രാർത്ഥന. ഇതില്ലാത്ത മനുഷ്യരില്ല. കാരണം അതെന്ന് പറഞ്ഞ ഒരു ആത്മാവാണ്. മനുഷ്യന് സുബോധം ഇല്ലാതാക്കുന്നത് ഒരാത്മാവാണ്, ഭ്രാന്താണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിലേക്ക് വന്നാൽ, ക്രിസ്തുവേശൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കർത്താവ് കൊടുക്കുന്ന ആത്മാവ് ഏതൊക്കെയാണ്? ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്രയും നമുക്ക് തന്നു. ഇതൊന്നും വഹിക്കാൻ പറ്റില്ല. ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ എത്ര നമുക്ക് ഈ ഭ്രാന്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഭ്രാന്ത് ആരിലൊക്കെ ഉണ്ട്? ക്രിസ്ത്യാനികളിലോ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും, ഒറ്റ മനുഷ്യനില്ലാത്തവരില്ല. ഇനി രണ്ടാമത് സവർഷി 4:4.
എല്ലാ മനുഷ്യരിലും കിടക്കുന്നതാണ്. എല്ലാ മനുഷ്യ ജന്മത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവന് ഒരു പക്ഷേ ചിലർക്കത് വരുന്നില്ലായിരിക്കാം, വെളിപ്പെട്ട് വരുന്നില്ലായിരിക്കാം. അവരെല്ലാവരും എന്തുകൊണ്ട് അസൂയുണ്ട്. ജഡ മനുഷ്യനാണെങ്കിൽ അസൂയുണ്ട്. മൂന്നാമത് നമുക്കറിയാം, എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് നമ്മൾ അധിപതിയാവിനെയും അനുസരിച്ച് നടന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഏതൊക്കെയാണ്? അനുസരണക്കേട്, അസൂയ, ഭ്രാന്ത്. അപ്പോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും ആദ്യമേ തന്നെ ദുഷ്ടൻ അവനിലേക്ക് പ്രവേശിക്കും, അല്ലെങ്കിൽ ദുഷ്ടനിൽ നിന്ന് അവൻ ജനിക്കാനുള്ള സാധ്യതയുടെ ഒന്നാമത്തെ സ്വഭാവമാണ് ഏത്? അസൂയ. ഒരിക്കലും ദൈവസഭയിൽ ഉണ്ടാകാൻ പാടില്ല. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ കർത്താവ് നീക്കിക്കളയുന്ന ഒരു ആത്മാവാണ് ഏതാ? അനുസരണക്കേടിന്റെ ആത്മാവ് നീക്കും, ഭ്രാന്തിന്റെ ആത്മാവ് നീക്കും, അസൂയയുടെ ആത്മാവ് നീക്കും. ഇത് 2 പിന്നെ വരാൻ പാടില്ല. ഇത് 3 പിന്നെ വരാൻ പാടില്ല. ഇത് 3 പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ തൊട്ട് പിന്നാലെ അവനുണ്ട്. കാരണം അവനിൽ നിന്ന് ജനിക്കാനാ. യോസേഫിനെ അപ്പം സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് അവനോട് എന്ത് തോന്നി? അവരെല്ലാവരും കൂടി ഈ അസൂയ വെച്ചുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞേ? യോസേഫിനെ ദൈവം സൂക്ഷിച്ചതാണ്. അല്ലെങ്കിൽ യോസേഫിനെ എന്ത് ചെയ്തത്? കൊല്ലും. ഈ കാര്യം മാത്രം അടിമപ്പെട്ടു പോകരുത്. ഒരാൾ എത്രയും ഉയരട്ടെ, അവൻ എത്ര സമ്പന്നനാകട്ടെ, ഞാൻ പണി എടുത്തിട്ടാകട്ടെ പണി എടുക്കാതാകട്ടെ, ഏത് നിലയിൽ ജീവിക്കട്ടെ, നമുക്കെന്താ? നമുക്ക് വേണ്ടത് കർത്താവ് തരും. ഒരുത്തനെ ഉയർത്താനും ഒരുത്തനെ താത്താനും ദൈവത്തിന് കഴിയും. അത് ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അതിനൊന്നും നമ്മൾ മനസ്സ് വയ്ക്കരുത്. മനസ്സ് വെച്ചാൽ തീർന്ന്. മനസ്സ് വെച്ചാലുള്ള അപകടം എന്ന് പറയുന്നത് എവിടെയെങ്കിലും അത് വെളിപ്പെടും. ദൈവത്തിന്റെ നിശ്ചയം കൊണ്ട് യോസേഫിനെ കൊന്നില്ല, അല്ലെങ്കിൽ കൊന്നേ. നിന്നിൽ കയറിയിരിക്കുന്ന ആള് വിഷയം എന്നതാണ്, നീ നീതി ചെയ്യുന്നുവെങ്കിൽ നീ അതിന് രക്ഷപ്പെടുമെന്ന് കായനോട് പറഞ്ഞതാ. പക്ഷെ കായൻ ശ്രദ്ധിച്ചില്ല. അത് വെച്ചോണ്ട് പോയി എന്ത് ചെയ്തു? സഹോദരനെ കൊന്നു. ദാവീദിനെ എല്ലാവരും കൂടി ബഹുമാനിക്കുന്ന കണ്ടു കഴിയുമ്പോഴത്തേക്കും ശൗലിന് എന്ത് തുടങ്ങി? കണ്ണുകേട് തുടങ്ങിയിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? പറഞ്ഞേ, എങ്ങനെയാ വന്നേ? എന്നാ വന്നേ? എത്ര ദിവസം എടുത്ത്? 18-ന്റെ 10 വായിക്കും. 18-ന്റെ 9, 1 ശമുവേൽ. അതിന്റെ 9 വായിച്ചു. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് പിറ്റേ ദിവസം. അപ്പൊ എത്ര ദിവസം എടുത്ത്? ഒരു ദിവസം ദൈവം. ഏറ്റവും ചുരുങ്ങിയതാ. അസൂയ വന്നിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും കുശുക്കോ അസൂയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചു കൊള്ളണം. അപ്പോൾ നമുക്ക് ഇവൻ എത്ര ദിവസം കിട്ടി? ഒരു ദിവസം. ഒരു ദിവസത്തിനകം ദൈവമേ, ഞാൻ എൻ്റെ സഹോദരനോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉയരുന്നത് കണ്ട് ഞാൻ എന്തിനാ ടെൻഷൻ എടുക്കണേ? സംഗീതം പറയുന്നത് ഒരുത്തൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാൽ നീ എന്ത് ചെയ്യരുത് അല്ല. ഇന്ന് വരെ കേട്ടിട്ടില്ല. ആദ്യമായിട്ട് ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ മതി. സങ്കീർത്തനം 49-16. സങ്കീർത്തനം 49-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ഒരു പുത്തൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും ഭയപ്പെടരുത്. എന്തെന്ന് പോവാ ഇതിനകത്ത് ഉണ്ടാവുക ഒരു എന്താ? ഞാൻ എങ്ങും എത്തിയില്ലല്ലോ, എൻ്റെ പിള്ളേര് എന്തായി തീരും. കണ്ടില്ലേ, അവൻ പറഞ്ഞു നിൽക്കുമ്പോഴാണ് 3 നില കഴിഞ്ഞു. ഇനിയും മേളിലേക്ക് കമ്പി നിൽക്കുക. അതിൻ്റെ അർത്ഥം ഇനിയും പൊങ്ങുന്ന.
അപ്പം ഇത് ഇവിടെ ഒന്നും നിൽക്കില്ല. ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു കൊച്ചുള്ളതാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആദ്യം കയറ്റുക. ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന ഏതാ? മറന്നുപോയി. അസൂയാണ്. അസൂയക്ക് മുമ്പുണ്ടാകണ ഏതാ? അസൂയക്ക് മുമ്പുണ്ടാകണ ഭയം. അയ്യോ, ഞാൻ എൻ്റെ ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതുന്നു? യാക്കോബ് ചോദിച്ചതുപോലെ എൻ്റെ പിള്ളേർക്ക് വേണ്ടി ഞാൻ എപ്പോൾ കരുതുന്നു? ശത്രുവിൻ്റെ വഞ്ചനയാണ്. ശൗലിൻ്റെ ഒരു ഒറ്റ ആഗ്രഹമാണ്, ദൈവമേ എൻ്റെ സിംഹാസനത്തിൽ ആയിരിക്കണം, എൻ്റെ സിംഹാസനത്തിൽ എൻ്റെ മകൻ, മൂത്ത മകൻ ഇരിക്കണം, യോനാഥാൻ ഇരിക്കണം. വേറെ ഒരു ആഗ്രഹവും ഇല്ല. ഇവനെ കണ്ടു കഴിയുമ്പോഴേക്കും, ദാവീദിനെ കണ്ടു കഴിയുമ്പോഴേക്കും ആകെ എന്താ? ഭയമാണ്. അസൂയക്ക് മുമ്പ് വരുന്നതാണ്. ചേട്ടൻ വരുന്നതിന് മുമ്പ് അനിയൻ പറഞ്ഞു കൊടുക്കും. അതാണ് ആര്? ഭയം. സഹോദരന്റെ ഉയർച്ചയിലും ലോകത്തിൻ്റെതായ മൂടിയിലും അവനെന്ത് തോന്നും? ഭയം തോന്നും. ഭയമാണ് പിന്നീട് പതുക്കെ അങ്ങോട്ട് മാറുന്നത്. എങ്ങോട്ട് മാറും? അസൂയയിലേക്ക്. അതൊരാത്മാവാണ്. ഈ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ ആദ്യമേ വന്നിരിക്കുന്ന സഭയിലുള്ള ശുശ്രൂഷകൻ, അതായത് നമ്മൾ എങ്ങനെയും നമ്മൾ ബിസിനസ് ചെയ്തും മറ്റു തൊഴിൽ ചെയ്തും ധനം ഉണ്ടാക്കണം. കാരണം എന്നാലേ മറ്റുള്ളവർ, ലോകത്തുള്ളവർ അറിയുള്ളൂ നമ്മളങ്ങനെ പോയിരിക്കുന്നത് വെറും വല്ലാത്തൊരു മാർഗത്തിലല്ല എന്ന് മറ്റുള്ളവർ അറിയണമെങ്കിൽ നമ്മൾ കഴിയുന്നതും സമ്പാദിച്ചോളണം. ഏത്? വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ജനത്തിൽ നിന്ന് അസൂയയുടെ ആത്മാവ് തീർത്തെടുത്ത് കളഞ്ഞ് വീണ്ടും അതിലേക്ക് ഇത് വരാതിരിക്കാനുള്ള പണിയേണ്ട ശുശ്രൂഷകനായി പറഞ്ഞേനെ. ഈ ഇരിക്കുന്ന ഇത്രയും പേരുണ്ടല്ലോ, ഞാനടക്കം നമ്മളൊന്ന് ഒരുമിച്ച് പഠിക്കുന്നതാണ്. ഇതുവരുടെ ഉള്ളിൽ നിന്ന് ലോകത്ത് എന്തെല്ലാം നടന്നാലും, ആരെല്ലാം എത്ര സമൃദ്ധിയിൽ വന്നാലും, നമ്മുടെ ഉള്ളിലേക്ക് ഭയമോ തുടർന്ന് അസൂയയോ വരില്ല എന്ന് വരുത്തി തീർക്കാൻ അന്ന് ഉറപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ഈ ശുശ്രൂഷനുള്ളത്. ആ ശുശ്രൂഷയിൽ നിന്ന് മാറിയതിനു ശേഷം അവരെ പ്രേരിപ്പിക്കുക. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ അസൂയ തിരിച്ചു വരാനുള്ള വഴി എന്താണെന്നറിയോ? എന്താ അത് പറഞ്ഞു? കർത്താവ് സ്തോത്രം. തീമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 Timothy 6-ാം അധ്യായത്തിന്റെ 3 മുതൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏത് വചനം? പഥ്യവചനം. വചനത്തിന് പലതുണ്ട്. വചനത്തിന്റെ പലതുണ്ട്. പഥ്യവചനമുണ്ട്, നല്ല വചനമുണ്ട്. അങ്ങനെ വചനത്തിന്റെ പല വശങ്ങളുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഏത് വചനം? പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും. കണ്ടോ? ഏത് ഉപദേശം? അന്യ ഉപദേശം. അന്യ ഉപദേശത്തിലേക്ക് പോയവൻ, അതായത് അന്യ ഉപദേശത്തിലേക്ക് പോയവൻ അവയാൽ അസൂയ. നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മെ ഈ ആത്മാവിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒന്നാണ് ഏത്? അന്യോപദേശം, ദുരുപദേശം. അതെവിടുന്ന വന്യം നമുക്കറിയാൻ പറ്റില്ല. അതെവിടെ നിന്നും വരാം. പക്ഷേ ഒരിക്കലും അതിനടിമപ്പെട്ട് പോകരുത്. അതിനടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് ഒരാൾ കീഴ്പ്പെട്ട് പോയി കഴിഞ്ഞാൽ ആത്മാവാണ്. ഈ ആത്മാവ് ആദ്യം ഭയം കൊണ്ടുവരും, പിന്നെ അസൂയ കൊണ്ടുവരും. വന്നു കഴിഞ്ഞാൽ ഈ ആത്മാവ് അവനെ കൊണ്ട് ഇന്നുവരെയുള്ള ചരിത്രം പഠിച്ചോളുക. ഇന്നുവരെ അവനെ കൊണ്ട് ഒരു പാപമെങ്കിലും ചെയ്യിച്ചിരിക്കും. ദൈവത്തിന് വിരോധമായിട്ടുള്ള പ്രവൃത്തി അവനെ കൊണ്ട് ചെയ്യിച്ചിരിക്കും. ഒരിക്കലും അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം നമ്മൾ യാക്കോബിൽ എഴുതി പഠിക്കുന്നത്. നിങ്ങളിൽ ദൈവം വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയക്കായി കാണിച്ചിരിക്കുന്നുവോ? ഞാൻ എനിക്ക് ഒരാളോട് അസൂയ തോന്നിയെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ ചിന്തിക്കണം, ഈ ചിന്ത വന്നത് പരിശുദ്ധാത്മാവാണോ? അല്ല, അങ്ങനെ പരിശുദ്ധാത്മാവിൽ എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. ഇത് ആദ്യം മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ കൊണ്ടുവന്നു ആരാ? ശത്രുവാണ് കൊണ്ടുവന്നു. അപ്പോൾ തന്നെ ഇനി എത്ര സമയം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞേ മറന്നുപോയി. ഒരു ദിവസമുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയത്തിന് മുമ്പ് ഇതിനെ ഞാൻ ഒഴിവാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ ഇത് എന്നെ കൊല്ലും.
ശൗലിനെ കൊണ്ട് ദാവീദിനെ കൊല്ലാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ നടന്നു. ജീവിതകാലം അവസാനം ന്യായം വിധിച്ചു. ശൗലിനോട് കൂടി അവൻ അസൂയ ആർക്ക് വേണ്ടിയാ ചിന്തിച്ചത്? ആർക്ക് വേണ്ടി? മകന് വേണ്ടി. ആ മകൻ എന്ത് ചെയ്തു? അവനോടുകൂടി മരിച്ചു, അവനോടുകൂടി നശിച്ചു. ഈ ആത്മാവ് കയറി കഴിഞ്ഞാൽ അപകടം ഉണ്ടാക്കി പോകും. ഇത് സഭയിൽ നിന്നും ഓരോ ജീവിതങ്ങളിൽ നിന്നും സൂക്ഷ്മമായിട്ട് എടുത്ത് പുറത്തു കളയേണ്ട കാര്യമാണ്. കാരണം നമുക്ക് തോന്നും ചില സമയത്ത് നമ്മൾ അങ്ങോട്ട് ചിന്ത ഇരുട്ടാക്കി കളയും. കാരണം ഇനി എന്ത് ചെയ്യും? എല്ലാവരും ഓരോ സ്ഥാനത്തെത്തി. ഞാനോ? എല്ലാവർക്കും കൊണ്ട് ഇപ്പം പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കോ ഈ ഒരു ഒറ്റ ചിന്ത അങ്ങ് വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഏതാണ്? ഭയം. അടുത്തതാണെന്ത്? അസൂയൊന്നും. പിന്നെ അടുത്തതാണ് എന്ത് വരുന്നു? പാപം. സഹോദരനെ കൊല്ലാതെ കർത്താവ് സൂക്ഷിച്ചത് മാത്രം. ദാവീദിനെ കൊല്ലാതെ സൂക്ഷിച്ചതാണ്. ഈ ആത്മാവ് കയറിയാൽ ഒരുത്തനെ കൊല്ലും. ഈ ആത്മാവ് കയറി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് ഒരാളെ ദോഷം വരുത്താൻ തന്നെ ഈ ആത്മാവ് വരുന്നത്. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈ മനുഷ്യൻ വീണ്ടും ജനിച്ചു. നമ്മൾ വീണ്ടും ജനിച്ചത് എവിടെ നിന്ന് ജനിച്ചേ? ദൈവത്തിൽ നിന്ന്. കായൻ വീണ്ടും ജനിച്ചു എവിടെന്നാ? ദുഷ്ടനിൽ നിന്ന് വീണ്ടും. അപ്പൊ രണ്ട് ജനനം ഉണ്ട്. അപ്പൊ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിക്കുന്ന പോലെ ദുഷ്ടനിൽ നിന്ന് വീണ്ടും ജനിക്കാം. ദുഷ്ടനിൽ നിന്നും വീണ്ടും ജനിച്ചതാണ് കായൻ. അത് എവിടെ നിന്നാ? അതിന്റെ ആരപ്പം എവിടുന്നാ? അതെവിടെ? എന്തിനു പോയപ്പോഴാ? ആരാധനയ്ക്ക് പോയപ്പോഴാ. അതാ ആരാധന സൂക്ഷിക്കണമെന്ന് പറയും. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ ബാക്കിയൊന്നും പറയും. നമ്മൾ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു ഭാഗം 5-ന്റെ 1 വായിക്കും. സഭാപ്രസംഗം കണ്ടോ? ഏത് ഭാഗം സൂക്ഷിക്കണ്ടേ? കാല് സൂക്ഷിക്കണം. എന്താ കാരണം? അടുത്ത് വായിച്ചേ. മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നല്ല. അവിടെ ചെന്ന് നിന്ന് ഇത് എന്താ നടക്കുന്നതെന്ന് കണ്ടാൽ മതി. ഇതെങ്ങനെ ഇവർ ഈ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തെ? ഹാവേലാണെങ്കിൽ വന്ന് ഒരു ആടിനെ കൊണ്ടുവന്ന് കയ്യും കാലും കെട്ടി കൊണ്ട് ആ കഴുത്ത് ആർത്ത് ചോരയൊക്കെ ഇതൊരു കഷ്ടമാണ്. ഞാനാണെങ്കിൽ എന്താ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം കർത്താവിന് വഴിപാടുണ്ട്. ആർക്കും ഒരു ദോഷവുമില്ല. ഇവനാണെങ്കിൽ ഒരു രക്തം ചൊരിഞ്ഞ് അവസാനം ദൈവം എല്ലാവരും കൂടെ അവന് പക്ഷം ദൈവം അവന് പ്രസാദിച്ച് സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യണം? മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്തിയെന്ന് കേൾക്കണം. ഇത് എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അപ്പൊ കർത്താവ് പറഞ്ഞു തരും. കർത്താവ് പറഞ്ഞു, നിന്റെ മുഖം വാടുന്നത് എന്താ? നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നന്മ ചെയ്യുന്നതിൽ പ്രസാദം ഉണ്ടാകില്ലയോ? ഇനി നീ നന്മ ചെയ്തില്ല എങ്കിൽ പാപം വാതിക്കൽ കിടക്കുന്നു. പിന്നെ അതിന്റെ ആശ നിന്നോടാകുന്നു. പിന്നെ ഇത്രയും കേട്ടോ. നീയോ അതിനെ ജയിക്കണം. ബാക്കി വായിച്ചു 4-ാം അധ്യായം. അതിന്റെ 4 മുതൽ വായിച്ചോ. അപ്പൊ നീ എന്ത് ചെയ്യണം? അതിനെ കീഴടക്കണം. കർത്താവിന്റെ സ്തോത്രം. കീഴടക്കണം. ഒരിക്കലും, അതായത് ഈ കാര്യം ആരാധനയ്ക്ക് പോകുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചോളണം. ഏത് കാര്യം സൂക്ഷിച്ചോളണം? കാല് സൂക്ഷിച്ചോളണം. കാരണം നടപ്പ് എങ്ങനെയാണ്? ഹൃദയം സൂക്ഷിച്ചോളണം. എന്താണ്? മൂഢന്മാർ യാഗം അർപ്പിക്കുന്നത് കർത്താൻ ഇഷ്ടമല്ല. അപ്പോൾ ഹൃദയത്തിൽ മൂഢതയുണ്ടോ? ദുരാന്തരത്തോട് അർപ്പിക്കരുത്. പിന്നെ മുഖം എങ്ങനെ ഇരിക്കണം? നിഷ്കളങ്കമായിരിക്കണം. കളങ്കമില്ലാത്ത മുഖം. ഇങ്ങനെയൊക്കെ ആരാധനയ്ക്ക് ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ഇങ്ങനെ ആരാധന ദൈവഭയത്തോടു കൂടി വന്ന് ആരാധിക്കുമ്പോൾ
കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവം മനസ്സലിഞ്ഞ് പ്രസാദിച്ചവരായിട്ട് പോകും. കർത്താവിൻ്റെ സ്തോത്രം. അത് ദൈവത്തിൽ നിന്നുള്ള സാക്ഷ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ആരാധനയ്ക്ക് നമ്മൾ വരുമ്പോൾ എന്തിനാണ് ഞാൻ വരുന്നത് എന്ന് ദൈവം മനസ്സലിയണം. ദൈവം മനസ്സലിയണമെങ്കിൽ വേറെ ഒരു വഴിയില്ല. ഏതൊക്കെ വഴിയുള്ളൂ? ഒന്നുകിൽ പുത്രനെ കീർത്തിക്കണം, അല്ലെങ്കിൽ പുത്രൻ നിമിത്തം ലോകത്തെ ചവറന്നെണ്ണണം, അല്ലെങ്കിൽ പുത്രനെ ഹൃദയത്തിൽ ധ്യാനിച്ച് യാഗം കഴിക്കണം. ഇതല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനില്ല. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ, ഇന്ന് ദൈവസന്നിധി ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേറൊരു വഴിയില്ല. ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവവും തന്നെ കീർത്തിക്കുക, ദൈവവും തന്നെ ധ്യാനിക്കുക. കർത്താവിൻ്റെ സ്തോത്രം. നമ്മൾ ചിന്തിച്ചത് പ്രകാരം നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. കാരണം എന്താ? അവൻ്റെ വിത്ത് അവനിൽ വസിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്തില്ല. അവൻ്റെ വിത്ത് അവനിൽ വസിക്കും. വിത്താണ് കർത്താവിൻ്റെ ആ നാമം നമ്മിലുള്ളിടത്തോളം കാലം, ആ നാമത്തെ നമ്മൾ മുറുകെ പിടിക്കാത്തിടത്തോളം കാലം നമ്മൾ പാപം ചെയ്യുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവീര്യമോ അല്ല മാറുവിലയാം, പൊൻവീര്യമോ അല്ല മാറുവിലയായി എൻ പേർക്കു യാഗമായി തീർന്നവന, എൻ പേർക്കു യാഗമായി തീർന്നവന, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറുന്നേ കർത്താവെന്നെ വീഴ്ത്തതിന, ദൈവ കുഞ്ഞാട്ടിൻ വിലയേറുന്നേ കർത്താവെന്നെ വീഴ്ത്തതിനാലാതി ദുഃഖിതനായി മുകിൽ ഭൂവിൽ തീർന്നു ഞാൻ, പൻപീഠയാൽ വലഞ്ഞിടും നാൾ, പൻപീഠയാൽ വലഞ്ഞിടും നാൾ, എന്നെ സുമാർവതിലാശ്വാസം, എന്നെ സുമാർവതിലാശ്വാസം കൊണ്ടു നിത്യം പാടും മോദമായി സ്തുതി സ്തോത്രം യേശുവിനെ, കൊണ്ടു നിത്യം പാടും മോദമായി സ്തുതി സ്തോത്രം യേശുവിനെ.